ഇപ്പോൾ മുൻ രഞ്ജി താരം സച്ചിൻ മോഹൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സച്ചിൻ മോഹൻ, എങ്ങനെ വിലയിരുത്താം നമുക്ക് ഇന്നത്തെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? തീർച്ചയായിട്ടും ഒരു ഗ്രിപ്പിംഗ് കോൺടെസ്റ്റ് തന്നെ ആയിരിക്കും. ഇന്ത്യ ജയിക്കണം എന്ന് തന്നെയാണ്. ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റില്, ഇന്ത്യ കളിക്കുന്ന ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റില് ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ്സ്. ഇന്നത്തെ മാച്ചിൽ നോക്കുമ്പോൾ ഫൈനലിൽ കളിച്ചുള്ള എക്സ്പീരിയൻസും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം. അതുപോലെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ആദ്യത്തെ ഒരു വേൾഡ് കപ്പ് ഫൈനൽ കളിക്കുന്നതിന്റെ പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മുൻതൂക്കം എപ്പോഴും ഇന്ത്യക്ക് തന്നെയാണ്. പിന്നെ അവർ കാണിക്കുന്ന ഫോം ബാറ്റിംഗിലായാലും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലായാലും അവര് പൊസസ് ചെയ്യുന്ന ഫോം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഇന്ത്യൻ ടീമിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെയാണ് ഇന്ത്യയുടെ മുൻതൂക്കം. സച്ചിൻ മോഹൻ, ദക്ഷിണാഫ്രിക്കയുടെ ബോളിംഗ് നിര എടുത്ത് പരിശോധിക്കുമ്പോൾ സന്തുലിതമായ ഒരു ബോളിംഗ് നിരയാണ്. കൃത്യമായി ഫാസ്റ്റ് ബോളർമാരെ അനുകൂലിക്കുന്ന പിച്ചായിരിക്കും ഇന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ വെള്ളം കുടിപ്പിക്കാൻ ദക്ഷിണാഫ്രിക്കയുടെ ബോളിംഗ് നിരയ്ക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ലോകോത്തര ഫാസ്റ്റ് ബോളിംഗ് തന്നെയാണ് സൗത്ത് ആഫ്രിക്കയുടെ. പക്ഷെ എന്നിരുന്നാൽ കൂടി ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ എക്സ്പീരിയൻസ് ഉണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ഫാസ്റ്റ് ബോളേഴ്സിന് എല്ലാവരെയും IPL-ലും സൗത്ത് ആഫ്രിക്കയിൽ പോയും ബാറ്റ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഒരുപാട് റൺസും അടിച്ചിട്ടുണ്ട്. ഈ ഫാസ്റ്റ് ബോളേഴ്സിനെതിരെ ഒരുപാട് റൺസ് അടിച്ചിട്ടുണ്ട്. ഇന്ന് ആകെ ഒരു വ്യത്യാസം, ഒരു വേൾഡ് കപ്പ് ഫൈനലാണെന്നുള്ളൊരു എക്സ്ട്രാ ഒരു പ്രഷർ മാത്രമേ ഉണ്ടാവാം. അതില്ലാന്ന് വെച്ചാൽ ഇന്ത്യക്ക് അത്രയും പരിചയസമ്പന്നത ഉണ്ട് അവരുടെ ഫാസ്റ്റ് ബോളേഴ്സിനെ ബാറ്റ് ചെയ്തിട്ട്. അപ്പോ തീർച്ചയായിട്ടും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാര് തുടക്കത്തിൽ എന്തായാലും മാർക്കോ ജാൻസൺ നല്ല ഫോമിലാണ് ബോൾ ചെയ്യുന്നത്. റബാഡയും നോർക്കയും അത്ര ഫോമിലേക്ക് വന്നിട്ടില്ല. എന്നിരുന്നാൽ കൂടി നന്നായിട്ട് പന്തെറിയുന്നുണ്ട്. അവരുടെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ഇന്ത്യൻ ബാറ്റിംഗ് ഫോം വെച്ചിട്ട് പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെയും ഫോം വെച്ചിട്ടും വിരാട് കോഹ്ലി അവരെയൊക്കെ കളിച്ചുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും ഇന്ത്യൻ ഒരു സ്റ്റാർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. ആദ്യത്തെ 6 ഓവർ ഇന്ത്യ എന്തായാലും വളരെ വാച്ച്ഫുൾ ആയിട്ട് കളിക്കും. ആ ഒരു വിക്കറ്റ് പോകാതെ ഒരു 40-50 റൺസിന് വേണ്ടി കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു 200 റൺസ് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ. ആദ്യം സച്ചിൻ മോഹൻ, നമ്മുടെ ക്യാപ്റ്റൻ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കരിയറിലെ തന്നെ തൻ്റെ അവസാന സമയത്തും മികച്ച ഫോം തുടരുകയാണ്. ആരാധകർ കാത്തിരിക്കുന്ന ഒരു വെടിക്കെട്ട് തന്നെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടത് കോഹ്ലി കഴിഞ്ഞ 2 മത്സരങ്ങളിലും ആരാധകരെ നിരാശപ്പെടുത്തുകയാണ്. ഇന്നും കോഹ്ലി രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് കൂട്ടിട്ടോ അതോ ഏതെങ്കിലും തരത്തിൽ ശിവൻ ദുബെയെ മാറ്റി ജയ്സ്വാളിനെ അന്തിമ ലെവലിൽ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ശിവൻ ദുബെയുടെ ഫോം കണക്കിലാക്കുകയാണെങ്കിൽ ശിവം ദുബെ ചിലപ്പോൾ ലെവലിൽ കളിക്കാൻ ഫിറ്റ് അല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി ആ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ഒരിക്കലും ഒരു ടീം മാനേജ്മെന്റ് മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ക്യാപ്റ്റനും ഒരു കോച്ചും അത് ഒരു ഫോമിലല്ലാത്ത പ്ലെയർ ആയിരുന്നാൽ കൂടി വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും. അറിയില്ല നമുക്ക്. തീർച്ചയായിട്ടും ഇപ്പോൾ ശിവം ദുബെയാണ് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ ജയ്സ്വാളിനെ തന്നെ മാറ്റണം എന്നില്ല. വേണമെങ്കിൽ സഞ്ജുവിനെ വേണമെങ്കിലും സഞ്ജുവിന് ഒരു ഫിനിഷറായിട്ട് തീർച്ചയായും സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന്. അതോടൊപ്പം തന്നെ സച്ചിൻ അതോടൊപ്പം നമ്പർ 3 ആയിട്ടും യൂസ് ചെയ്യാം. എവിടെ വേണമെങ്കിലും സഞ്ജുവിനെ യൂസ് ചെയ്യാൻ പറ്റും. അത് ക്യാപ്റ്റന്റെയും കോച്ചിന്റെയും തീരുമാനമായിരിക്കും. അവരെങ്ങനെ തീരുമാനിക്കും എന്നുള്ള പോലെ ആയിരിക്കും ഇന്നത്തെ 11. തീർച്ചയായിട്ടും ശിവൻ ദുബൈക്ക് തന്നെയാണ് കളിക്കാൻ ചാൻസ് കൂടുതലുള്ളത്. സച്ചിൻ, അതോടൊപ്പം ഇന്ന് മത്സരം നടക്കുന്നത് പേസ് പിച്ച് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ സ്ക്വാഡ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 3 സ്പിന്നർമാരാണ് ഉള്ളത്. കുൽദീപ് ഉണ്ട്, ഒപ്പം തന്നെ ജഡേജയുണ്ട്, അക്ഷറുണ്ട്. പക്ഷേ പേസ് നിര പരിശോധിക്കുമ്പോൾ ബുംറയും അർഷദീപ് സിംഗും ഒപ്പം തന്നെ ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യയും ഉണ്ട്. അതിലെന്തെങ്കിലും ഒരു മാറ്റത്തിന് സാധ്യത, അല്ലെങ്കിൽ അത് ഇന്ത്യക്ക് എത്രമാത്രം ഗുണം ചെയ്യും? ഇപ്പൊ നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസിന്റെ വിക്കറ്റ് എന്ന് വെച്ചാൽ ഫുള്ളി പേസിന് അനുകൂലിക്കാൻ ചാൻസ് ഇല്ല. ന്യൂ ബോളിലായിരിക്കും പേസേഴ്സിന് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിലെ വിക്കറ്റ് നമ്മൾ കണ്ടിരുന്നതാണ്. എല്ലാ വിക്കറ്റും സ്പിന്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക. എല്ലാ വിക്കറ്റും ഡ്രൈ വിക്കറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും സ്പിന്നേഴ്സിന് ഒരു വലിയ റോള് തന്നെ ഉണ്ടാവും ഇന്നത്തെ മാച്ചിൽ. നമ്മൾ എടുത്ത് നോക്കിയാൽ അറിയാം, സൗത്ത് ആഫ്രിക്കയ്ക്കും 2 സ്പിന്നേഴ്സ് ഉണ്ട്. ഷംസി ഉണ്ട്, കേശവ് മഹാരാജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യക്ക് 3 സ്പിന്നേഴ്സ് ഉള്ളത് ഒരു വലിയ. ഇന്ത്യയുടെ 3 സ്പിന്നേഴ്സ് 3 പേരും ബാറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. 3 പേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു പേസ് അനുകൂലം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 6 ഓവർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ന്യൂ ബോളിൽ മാത്രമേ അതിന്റെ ഒരു ഇതുണ്ടാവും. അത് കഴിഞ്ഞാൽ ബാറ്റിംഗ് വിക്കറ്റ് തന്നെ ആയിരിക്കും, ഡ്രൈ വിക്കറ്റ് ആയിരിക്കും. ഒരു നല്ല സ്കോർ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ചേസ് ചെയ്യാനായിട്ട് പാടായിരിക്കുന്ന വിക്കറ്റ് തന്നെ ആയിരിക്കും കൂടുതലും. നമ്മൾ വെസ്റ്റ് ഇൻഡീസിൽ ഇത്രയും സൂപ്പർ 8 മാച്ചസ് എല്ലാം നമ്മൾ കണ്ടത് അങ്ങനെയാണ്. അപ്പോ അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനായിട്ട് എനിക്കിപ്പോ ഒന്നും കിട്ടുന്നില്ല. വളരെ നന്ദി ശ്രീ സച്ചിൻ മോഹൻ ഞങ്ങളോട് പ്രതികരിച്ചത്.